നീ വിഷമിക്കേണ്ട ശരത്തെ. അവൾ എന്തോ വിവരക്കേട് പറഞ്ഞതാ, അങ്ങനെ കരുതിയാ മതി. വാ, നീ ഇരിക്കെ, നമുക്ക് ഒരുമിച്ച് കഴിക്കാം. അമ്മയുടെ സ്നേഹത്തിന് മുന്നില്ല ഞാൻ തോറ്റുപോന്നു. നിങ്ങളിങ്ങനില്ലായിരുന്നെങ്കിൽ എപ്പോഴാ ഞാൻ ആ വീട്ടിലെ താമസം അവസാനിപ്പിച്ചേനെ. സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത കാര്യങ്ങളമ്മേ അവര് പറയുന്നത്. ഞാനത് ക്ഷമിച്ചോളാം. നുണ പറയുന്ന അവർക്കുള്ള ശിക്ഷ കാലം കൊടുത്തോളൂ. മുമ്പ് നിരഞ്ജൻ തങ്കച്ചിയാടോ? മനസ്സിലായി. ഞാൻ തന്റെ ഫോണിലേക്ക് ഒരു വീഡിയോ അയച്ചിട്ടുണ്ട്. താൻ അതൊന്ന് കണ്ടു കഴിയുമ്പോ ഞാൻ വീണ്ടും വിളിക്കാം. പിന്നെ സുഖമല്ലേ ഡോക്ടറെ? ഈ വീഡിയോ കാണുമ്പോ ഇപ്പോ ഉള്ള സുഖം കുറച്ചുകൂടെ കൂടും. കണ്ടല്ലോ അല്ലേ? ഇത് ഞാൻ AI ഉപയോഗിച്ചുണ്ടാക്കിയതല്ല. എനിക്കറിയാം വിശാലിനെ കണ്ട കാര്യം അക്ഷര ഡോക്ടറിനോട് പറഞ്ഞു കാണില്ല. അവളെപ്പോലൊരു പെൺകുട്ടി അത് മറച്ചു വെക്കും. അതെന്തിനാന്ന് ഞാനായിട്ട് വിശദീകരിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. ചതിക്കും അവള്. സ്വന്തം ഡാഡിയെ ചതിച്ചവള്. ഡോക്ടറെയും ചതിക്കും. സൂക്ഷിച്ച ഡോക്ടർക്ക് കൊള്ളാം. അല്ലെങ്കിൽ അനുഭവിക്കേണ്ടി വരുന്നത് ഡോക്ടർ ഒറ്റയ്ക്കായിരിക്കും. അക്ഷര ഒരിക്കലും എന്നെ ചതിക്കില്ല. ഭാര്യമാരെ വിശ്വാസമുള്ള ചില ഭർത്താക്കന്മാരുണ്ട്. അവര് സംസാരിക്കുന്ന പോലെയാ നിങ്ങളിപ്പോ സംസാരിക്കുന്നത്. ഭാര്യമാരെ വിശ്വസിക്കണമെന്നൊന്നും ഞാൻ പറയില്ല. പക്ഷേ അതിനുള്ള അർഹത അവർക്കുണ്ടായിരിക്കണം എന്ന് മാത്രം. നിരഞ്ജന്റെ ഭാര്യ അക്ഷരയ്ക്ക് അങ്ങനൊരു അർഹതയുണ്ടെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? ഇല്ലെന്ന് എനിക്കും അറിയാം, നിങ്ങൾക്കും അറിയാം. ഞാനേതായാലും അയച്ചു കൊടുത്ത കൂട്ടത്തില് ജയശങ്കർ സാറിന് സെൻഡ് ചെയ്തിട്ടുണ്ട് ആ വീഡിയോ. വിശാലും അക്ഷരയും തമ്മില് വീണ്ടും അടുക്കുന്നത് ഏറ്റവും കൂടുതൽ എതിർക്കുന്ന ആളാണല്ലോ ജയശങ്കർ. എന്തെങ്കിലും അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യട്ടെ. എന്തായാലും നിരഞ്ജൻ ഡോക്ടർ ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാ. നിരഞ്ജനക്കാലം അടുപ്പം ഇപ്പൊ അവൾക്ക് വിശാലുമായിട്ടുണ്ട്. കടപ്പാടും ഉണ്ട്. അതുകൊണ്ട് കേറിയൊട്ടാനൊന്നും അധിക സമയം വേണ്ട. അങ്ങനെയൊന്നും സംഭവിക്കില്ല. മനുഷ്യനാണ് ഡോക്ടറെ. സാഹചര്യം കിട്ടിയ ആരാണ് തെറ്റ് ചെയ്യാത്തത്? ഒരിക്കൽ ഒട്ടിയതിന്റെ കഷ്ടപ്പാട് കുറെ അവൾ അനുഭവിച്ചതാ. ഇനി ഒട്ടിയ അത് അനുഭവിക്കാൻ പോകുന്നത് ഡോക്ടറായിരിക്കും. നിരപരാധിയായ ഡോക്ടർ. അത് വേണോന്ന് ശരിക്കൊന്ന് ആലോചിക്കും.